ഞാൻ എടുത്തു പറയാൻ, ഈ കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് കോവിഡ് ബാധിച്ച രോഗികളുടെ വീടുകളിൽ പോയി അവരെ സാന്ത്വനിപ്പിക്കാനും അവരെ ചികിത്സിക്കാനും മുൻകൈയെടുത്ത സെലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടോ? സെലീന എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയെ DMF-മായി സഹായിക്കുന്നതിന്റെ പേരിലാണ് ജോലിയിൽ നിന്ന് നിഷ്കരണം പിരിച്ചുവിട്ടു. ഇതൊക്കെ CPM-ന്റെ തീരുമാനപ്രകാരം ചെയ്തതാ. മണ്ണാർക്കാട് റൂറൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. അവരുടെ പേരിൽ ക്രിമിനൽ കേസെടുത്തു പോലീസിനെ കൊണ്ട്. അത് ചെയ്യാൻ ധൈര്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നെ അധിക ദിവസം അവിടെ ഇരുന്നില്ല കേട്ടോ. അതിന്റെ കാര്യം ഞാനിപ്പോ പച്ചക്ക് പറയുന്നില്ലേ, പറയുന്നത് ഒരു തെറ്റായ കാര്യം. അങ്ങനെ ഇടക്ക് പ്രസംഗിക്കുമ്പോ അങ്ങ് പറഞ്ഞു പോകും. അധിക ദിവസം അവിടെ ഇരുന്നില്ല. അത് വേറൊരു ചരിത്രം. അതിൽ ഞാനിപ്പോ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങളുടെയൊക്കെ ആളുകളെ, കൂടെ നിൽക്കുന്ന ആളുകളെയൊക്കെ പരിപൂർണമായും സംരക്ഷിക്കാനും അവർക്ക് സുരക്ഷിതത്വം കൊടുക്കാനുമുള്ള നല്ല കെൽപ്പുള്ളവരാണ് ഞങ്ങൾ. ആ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്, അവർക്കുണ്ട്. അതുപോലെ തന്നെ ബിന്ദു എന്ന് പറയുന്നൊരു കുട്ടി ഇവിടെ നീതി മെഡിക്കൽ സ്റ്റോറിൽ പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തനം ഇല്ലാതെ ജോലി ചെയ്യുക. ബിന്ദു വന്നിട്ടില്ലേ? അവിടെ ജോലി ചെയ്യ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല, പ്രത്യേകിച്ച് പരിപാടിയിലും പങ്കെടുക്കാറില്ല. പക്ഷെ ബിന്ദുവിന്റെ ഭർത്താവ് സുദർശൻ CPM-ന്റെ നേതാവാണ്. അയാൾ DMF-മായി സഹകരിച്ചു. ഭർത്താവ് നമ്മളുമായിട്ട് സഹകരിച്ചപ്പോൾ ഭാര്യയ്ക്ക് ജോലിയില്ല. എന്തൊരു കഷ്ടം! ഇങ്ങനെ എത്ര ആളുകളെ പാലക്കാട് ജില്ലയിൽ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് CPIM രക്ഷപ്പെട്ടോ? ഈ കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്താൻ CPIM-ന് സാധിച്ചോ? പരിശോധിക്കണ്ടേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇവിടെ സതീഷ് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്താ? ഞാൻ പറഞ്ഞു കഴിഞ്ഞ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, അന്ന് CPM ഭരിക്കുകയാണല്ലോ. അന്ന് ഞാൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് CPM-ന്റെ വാട്ടർലൂവാണ്. CPM തകരും ഈ തെരഞ്ഞെടുപ്പിൽ. സംഭവിച്ചില്ലേ? 3 മണ്ഡലങ്ങൾ സ്ഥിരമായി LDF ജയിക്കുന്ന മണ്ഡലങ്ങൾ CPM പരാജയപ്പെട്ടു, LDF പരാജയപ്പെട്ടു. ചിറ്റൂരും കോങ്ങാടും തൃത്താലയും ഉൾപ്പെടെ പരാജയപ്പെട്ടു. 40,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാറുള്ള ആലത്തൂർ മണ്ഡലം 7,000-ഓളം വോട്ടുകൾക്കാണ് രക്ഷപ്പെട്ടത്. മനസ്സിലാക്കണം. നെന്മാറ മണ്ഡലം CPM ജയിച്ചത്, നമുക്ക് നഷ്ടപ്പെട്ടത്, UDF നഷ്ടപ്പെട്ടത് 1,00,000-ലധികം പറ്റിയിട്ടില്ല എന്നാ പറയുന്നത്. ഒരു ക്ഷീണവും പറ്റിയിട്ടില്ല. ഇവരുടെ നിങ്ങളുടെ ഈ അപാരമായ CPM-കാരന്റെ അപാരമായ തൊലിക്കെട്ടിയുടെ മുമ്പിൽ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. കാരണം ആ തൊലിക്കെട്ടിയോട് മത്സരിക്കാൻ പറ്റുന്ന ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല കേട്ടോ. സത്യം പറയണ്ടേ? സത്യമായിട്ട് പറയണ്ടേ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് CPIM-ന് രക്ഷ കിട്ടിയോ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഞാൻ മോള് മുതൽ താഴെ വരെ പറയണ്ട. ഇതിന്റെ ഘടനയെ പറ്റിയൊന്നും ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു മീറ്റിംഗിൽ പറഞ്ഞു, നമ്മുടെ കൗൺസിൽ യോഗം നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, പള്ളിയിൽ പോകാത്തവൻ പള്ളിയിൽ പോകണം, അമ്പലത്തിൽ പോകാത്തവൻ അമ്പലത്തിൽ പോകണം, ചർച്ചിൽ പോകാത്തവൻ ചർച്ചിൽ പോകണം, ഒരു പ്രാർത്ഥന നടത്തണം. ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ച കാര്യമാണ്. MV ഗോവിന്ദനും ഈ പാലക്കാട്ടെ സ്പിരിറ്റ് കച്ചവടക്കാരൻ്റെയും ആയുസ് അതിനൊരു അപകടവും സംഭവിക്കരുത്, ഒരു പനി പോലും അവർക്ക് പിടിക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. കാരണം അവർ ജീവിച്ചിരുന്നാൽ മതി. അവർ ജീവിച്ചിരുന്നാൽ വെയിലത്തിട്ട് ഐസ് കട്ട പോലെ ഇതങ്ങനെ ഇല്ലാതായി പോകും. അവരൊക്കെ ജീവിച്ചിരുന്നാൽ മതി. ഇവരുടെയൊക്കെ കയ്യിരിപ്പിന്റെ ഗുണം കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്, ഈ പാർട്ടി തകർന്നു പോകുന്നത്. എന്തൊരു ധിക്കാരവും ധാർഷ്ട്യവും കാണിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അതിന് തെരഞ്ഞെടുപ്പ് കാലത്ത് അതിന് പറ്റിയൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. എന്താ? ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് LDF അല്ലാതെ, അങ്ങനെയാണ്, മറ്റാരുണ്ട് LDF അല്ലാതെ. ആ മുദ്രാവാക്യത്തിൽ തന്നെ നിങ്ങൾ നോക്ക്. എന്തൊരു ധിക്കാരം! നാട്ടുപുറത്ത് പറയില്ലടാ, ഞാനല്ലാതെ ആരടാ എന്റെ കൂടെ ഉള്ളത് എന്ന്. നാട്ടുപ്രമാണി ധിക്കാരം പറയുന്നത് പോലെയുള്ള ധിക്കാരമല്ലേ ഇവിടെ പറഞ്ഞത്? ഇതിന്റെയൊക്കെ കൊടുത്തിട്ടുള്ള, ജനങ്ങൾ കൊടുത്തിട്ടുള്ള ശിക്ഷയാണത്. ഈ തെരഞ്ഞെടുപ്പിൽ 10 കൊല്ലം തുടർച്ചയായി അധികാരത്തിലിരുന്ന CPIM അതിന്റെ അംഗസംഖ്യ 26-ലേക്ക് താണു. ബംഗാളിൽ 35 കൊല്ലം വേണ്ടി വന്നു CPIM-ന്റെ ഈ അവസ്ഥയിലേക്ക് എത്താൻ. എങ്കിൽ ഇവിടെ 10 കൊല്ലം വേണ്ടി വന്നു. 10 കൊല്ലം കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം CPIM തരിപ്പണമാകുന്ന കാഴ്ച. ഇനി വരാൻ പോകുന്നതോ, ഇപ്പൊ ICU-ലാണ്, ഇനി അടുത്ത് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റും. അത് കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് പള്ളിക്കാട്ടിലേക്ക്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട.
രക്ഷിക്കാൻ കഴിയില്ല. ഇവരുടെയൊക്കെ തന്നെ ശരീരഭാഷ കമ്മ്യൂണിസ്റ്റുകാരുടെ CP ജോണിന് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ CP ജോൺ നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. എന്റെ നേതാവായിരുന്നു. വിദ്യാർത്ഥി രംഗത്തിന്റെ അദ്ദേഹം CMയും ഞാൻ CPMുമായിട്ട് നിൽക്കുമ്പോഴും അടിക്കടി ഞങ്ങൾ കാണാറുണ്ട്, ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, ആശയങ്ങൾ കൈമാറാറുണ്ട്. അങ്ങനെയാണ്. അപ്പോ ഇതുപോലെയുള്ള നേതാക്കൾ ഇതെന്തിനാണ് ഈ ജാട കാണിക്കുന്നത്? പാവപ്പെട്ട സഖാക്കളോട് എന്തിനാണ് ഇങ്ങനെ ജാട കാണിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. MV ഗോവിന്ദന്റെ മാപ്പ് പറഞ്ഞാൽ മതി. MV ജയറാം പറഞ്ഞു തെറ്റ് തിരുത്തിയാൽ തിരിച്ചെടുക്കും. ചാനലുകളിൽ വന്നതാ, ഇയാളെന്താ ആയിരം പോലെ. വേറൊരു കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാ ഇയാളെ പറ്റി. കടിക്കുവോ എന്നാ ചോദിക്കുന്നത്. ആരെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കണം. CH കണാരനെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ സംസ്ഥാന സെക്രട്ടറിമാരായിരുന്ന ഒരു പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥകൾ ആലോചിച്ച് നോക്കണം. പാലക്കാട് പിന്നെ വേറെ ഒരു നേതാവുണ്ട് കേട്ടോ. ഇടക്കാലത്ത് പാലക്കാട്ട് വന്ന് ഉപദേശം നൽകുന്ന ഒരു നേതാവുണ്ട്. മഹാരായ നേതാവാണ്. കൂട്ടുമലയുടെ ജില്ലക്കാരനാണ്. ഇപ്പൊ താമസം തൃശ്ശൂർ. മഹാനായ നേതാവ്, പേര് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. സഖാവ് വിജയരാഘവൻ. മൂപ്പർക്ക് യാതൊരു, പണ്ട് വയസ്സായ അമ്മമാര് പറയില്ലേ, ഒരു കുട്ടി ജനിച്ച ആയുസ് കൊടുക്കട്ടെ, ഇത്രയും ഞാൻ പറയുന്നു. മൂപ്പരെ കൊണ്ട് വേറൊരു കുഴപ്പമില്ല. നടന്നു പോയാൽ മതി. നടന്നു പോയ വഴിക്ക് പിന്നെ ഒരു പച്ചപ്പുല്ല് മുളക്കില്ല. നല്ല നേതാവാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം. ഇതൊക്കെയാണ് CPMന്റെ നേതാക്കന്മാർ. പിന്നെ അവിടെ ഇരിക്കുന്ന ചില നേതാക്കന്മാരുണ്ട്. പാലക്കാട്ട് ഇടയ്ക്ക് വന്ന് ഗീതോപദേശം നടത്തും ഒരു വിദ്വാൻ, കോഴിക്കോട്ടുകാരനാണ്. മൂപ്പര് എന്താ പറയാ, മൂപ്പര് വന്നിട്ട് ഇങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കില്ല. എപ്പോഴും കാണാൻ ഒരു പുസ്തകം കഴിയും. പുസ്തകം എടുക്കുന്നത് നല്ല മോശമൊന്നല്ല. ഒരു പുസ്തകം കഴിയും. ഇയാളുടെ മറ്റും ഭാവവും കണ്ടാൽ മാർക്സ് മയ്യത്തായപ്പോ ഈ കിതാബൊക്കെ ഇയാളെ ഏൽപ്പിച്ചിട്ട് കൊണ്ടുനടക്കുന്നു പറഞ്ഞാൽ മട്ടിലാവും. കോഴിക്കോട്ടുകാരൻ ആളറിയില്ലേ, മനസ്സിലായില്ലേ? വേറെ ഒരുത്തനുണ്ട്, ഇയാളെയാണ് ഏറ്റവും വിശ്വാസം. പിന്നെ അടുത്തിടെ വേറെ ഒരാളുണ്ട്. വടിമുറി പോലെ നടക്കുള്ളൂ. കോട്ടയത്തുകാരനാണ്. വാസവൻ തന്നെ എന്നോട് പറഞ്ഞു, ഒരു മനുഷ്യനെ കണ്ടെടുത്താൽ കണ്ടുകൂടാതെ. ഇനിയിപ്പോൾ ആളുടെ പേര് വാസവൻ എന്നോട് പറഞ്ഞതാണ്, വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞതാണ്. പാലക്കാട് ജില്ലയിലേക്ക് കടന്നാലോ, ഞാനിപ്പോ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരാളുടെ മാനത്തിന്റെ വില അയാൾ തന്നെ പറഞ്ഞു 11 ലക്ഷമാണെന്ന്. മാനത്തിന് കേസ് കൊടുത്തിരിക്കുക എന്റെ പേരിൽ. അപ്പൊ ഡിഫമേഷൻ കേസ് ഉള്ളത് കൊണ്ട് ഞാനിപ്പോ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല.